പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനെ കൊടുക്കേണ്ട ഒരു കാലമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ ഒരു ഒപ്പിടണം എങ്കിൽ ഡിജിറ്റൽ രീതിയിൽ ഒരു ഒപ്പ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനൊരു ആപ്ലിക്കേഷന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അതൊരു ഉപകാരമാവട്ടെ. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓൾറെഡി ഞാൻ ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ആദ്യം ഒരു പെർമിഷൻ വരും, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ 4 ഓപ്ഷൻ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മേക്ക് സിഗ്നേച്ചർ എന്നാണ് ആ ഓപ്ഷന്റെ പേര്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റിൽ ഒരു പെന്നിന്റെ ഐക്കൺ ഉണ്ട്. അത് നമുക്ക് എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ്. ഫസ്റ്റിലുള്ള പെന്നിന്റെ പടം. രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അളവ്, നമ്മുടെ ഇതിന്റെ സിഗ്നേച്ചറിന്റെ അളവ് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളർ, ഏതാണ് കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഏത് കളർ വേണോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല, നമ്മൾ സിഗ്നേച്ചർ ചെയ്തത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഗാലറിയിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ 5ാമത്തത്. ആദ്യം നമുക്ക് എന്തായാലും ഒരു സിഗ്നേച്ചർ നമുക്ക് ഇതിൽ ചെയ്യാം. ഞാൻ ഒരു സിഗ്നേച്ചർ ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. ഒരു സിഗ്നേച്ചർ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ 5ാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ റിവേഴ്സ് വരിക. ഇതിൽ ഫോട്ടോ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫോട്ടോയിൽ എങ്ങനെ സിഗ്നേച്ചർ ഇടാം എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അതിന് നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗാലറിയും കാര്യങ്ങളും എല്ലാം കാണും. നമ്മളിതിൽ ഗാലറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഗാലറി കാണിക്കും. നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് പോവുക. ഒരു പിക്ചർ എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു പിക്ചർ ഞാൻ ഇതാ ഇവിടെ എടുക്കുകയാണ്. അത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പെൻ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആ സിഗ്നേച്ചർ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ കാണാൻ സാധിക്കും. അത് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടത് അത് നമ്മൾ ചെറുതാക്കിയും വലുതാക്കിയും ഇതുപോലെ കൊണ്ടുവന്ന് ഇതുപോലെ വയ്ക്കുക. വച്ചതിന് ശേഷം നമ്മൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ സേവ് ടു ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും റിവേഴ്സ് വരിക. ഈ 3ാമത്തെ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫസ്റ്റിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒപ്പ് അവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇങ്ങനെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്ത് വേണം ചെയ്യാവുന്നതാണ്. നല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഈ ഓപ്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ്. എന്ത് വേണം ചെയ്യാവുന്നതാണ്. ഇതിൽ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ഓൺ പിക്ചേഴ്സ് ഫോംസ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. ഇതവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയോ എന്ത് വേണം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിന്റെ ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം വരും. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. അത് പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തായിരുന്നാലും നമുക്കിത് ഈ ഒപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക.
അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ടെക് വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിന് ഗുഡ് ബൈ. MK ചോയ്സ്.